ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇങ്ങനൊരു ദിവസം. കാരണം അത്രത്തോളം ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇത്. നമ്മൾ ഇന്നോ ഇന്നലെ എടുത്ത വീഡിയോ അല്ല കേട്ടോ. ഇതെൻ്റെ 3-ാം മാസ സ്കാനിങ്ങിന് പോകുന്ന ആ ഒരു ഡേയിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ രാവിലെ വലിയ ടെൻഷനായിട്ടോ ഒന്നും കുഴപ്പമുണ്ടാവില്ല എന്നും പറഞ്ഞൊക്കെ തന്നെയാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി പോയി. എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ അമ്പലത്തിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കൂനമ്പായിക്കുളത്തോട്ട് പോയി. ഇവിടെ അടുത്തതാണല്ലോ. അങ്ങനെ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സ്കാനിങ്ങിന് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 11 മണിക്കാണ് നമുക്ക് പോകേണ്ട ഒരു ടൈം തന്നിരിക്കുന്നത്. അതായത് സ്കാനിങ്ങിൻ്റെ ടൈം തന്നേക്കുന്നത്. അപ്പോൾ ഒരു 10:30 10:45 ആകുമ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. കുറച്ച് തൊട്ടപ്പുറത്താണല്ലോ നമ്മുടെ ഹോസ്പിറ്റൽ. അതായത് പെട്ടെന്ന് അവിടെ ചെല്ലുമല്ലോ. അങ്ങനെ ഞങ്ങൾ കൂനമ്പായിക്കുളത്ത് രാവിലെ ചെന്നു. അവിടുന്ന് തൊഴുതു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കഞ്ഞി, എല്ലാ ദിവസവും കഞ്ഞി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അയ്യപ്പക്കഞ്ഞി കുടിക്കാൻ ഭയങ്കര കൊതി തോന്നി കേട്ടോ. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ആ ഒരൊറ്റ സാധനം മാത്രം എനിക്ക് കിട്ടിയതേ ഇല്ല. അമ്പലത്തിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും തന്നെ കഞ്ഞിയായാലും നമ്മുടെ ഈ സദ്യയൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കയറി നമ്മൾ കഞ്ഞി കുടിച്ചു. നല്ല ചൂട് കഞ്ഞിയും പയറ് തോരനൊക്കെയാണ്. അവിടെ വെച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണെന്ന് തോന്നുന്നു. നമ്മളെ കണ്ടിരുന്നു കഞ്ഞി കുടിക്കുന്നിടത്ത് അപ്പുറത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചിരിച്ചിട്ടേ ഇരുന്നു. അപ്പോഴെനിക്ക് തോന്നി നമ്മുടെ ഫാമിലി മെമ്പറാണെന്ന്. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയിട്ട് അവിടെ നോക്കിയപ്പോഴത്തേക്ക് പുറത്ത് അവരെ കണ്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ പൊങ്കാല ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പായസം കിട്ടി. അത് അവിടെ ഇരുന്ന് കുടിച്ചു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അവിടെ ഉണ്ടായിട്ട് കിട്ടാതിരുന്ന ഭയങ്കര വിഷമമാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. രാവിലെ നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ടൈം ആവും തോറും നെഞ്ചിനകത്ത് ഇടിപ്പ് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഫയലൊക്കെ എടുത്തു. ബാഗിൽ വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതങ്ങനെ പിന്നെ ഞാൻ വിളിച്ചു കയ്യിൽ പിടിക്കാമെന്ന്. പിന്നെ നമുക്ക് കുപ്പിയും വെള്ളമൊക്കെ എടുക്കണമല്ലോ. പിന്നെ അവർ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കുകയും ചെയ്ത് ഫുഡ് കഴിച്ചോ, വെള്ളം തൊണ്ട നനയാൻ വേണ്ടി മാത്രമേ കുടിക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചപ്പം തന്നെ അതിൻ്റെ വെള്ളം കുടിച്ചില്ല കേട്ടോ. ചോറ് മാത്രം ഇങ്ങനെ കോരി കഴിച്ചേ ഉള്ളൂ. കാരണം അതിലും വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അവർ തൊണ്ട നനയ്ക്കാൻ ഉള്ള രീതിയിൽ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ഇനി 3-ാമത്തെ മാസത്തെ സ്കാനിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി പോവുക. പിന്നെ കുറേ പേര് നമ്മളടുത്ത് എന്താ പ്രഗ്നൻസിയുടെ കാര്യമൊന്നും പറയാഞ്ഞ് എന്നൊക്കെ ചോദിച്ച്. ശരിക്കും പറഞ്ഞാൽ അത് 3-ാം മാസം സ്കാനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാമെന്നൊക്കെ ആയിരുന്നു. കാരണം അത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ സ്കാനിങ്ങിന് ഇടയ്ക്ക് വെച്ച് എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പം തന്നെ കുറച്ചധികം പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, പിന്നെ ഇപ്പം കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ പറഞ്ഞു 3-ാം മാസം സ്കാനിങ്ങോട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനിക്കാം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് അധികം സംസാരിക്കാൻ വയ്യ കേട്ടോ. നിങ്ങളടുത്ത് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് കരച്ചിലാണ് അവസാനിച്ചത്. കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയത്. കുഞ്ഞൻ പറയായിരുന്നു നല്ലൊരു കാര്യത്തിനാണ് പോകുന്നത്, നീ കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിനുള്ളിൽ ആ ഒരു വേദന, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വേദന നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് വേദനയിലാണ് കേട്ടോ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നത്. ഞങ്ങൾ കറക്റ്റ് 11 മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നിട്ട് പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ എന്നെ കയറ്റിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കയറി. അപ്പോൾ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. കുഞ്ഞിനെ നമുക്ക് എല്ലാം നോക്കുമല്ലോ, ഡീറ്റെയിൽഡായിട്ടുള്ള രീതിയിലാണല്ലോ സ്കാൻ ചെയ്യുന്നത് 3-ാം മാസം. അപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ നമ്മളെ വിടത്തുള്ളൂ. എനിക്കെല്ലാം കിട്ടാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഒരു വട്ടം കൂടി ചെയ്യാം, പോയി ഫുഡ് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ കോഫിയോ ഇല്ലെങ്കിൽ ചായയോ ഏതായാലും ഒന്ന് മാത്രമേ കഴിക്കാവൂ, അധികം വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ കൈ വീശി നടക്കാൻ പറഞ്ഞു. മോർണിംഗ് വാക്കിന് എങ്ങനെ നടക്കുന്നത് അതേപോലെ നടക്കാൻ പറഞ്ഞു കേട്ടോ. ഇത്രയും ദിവസം ബെഡ് റെസ്റ്റ് എടുത്ത എനിക്ക്
ബാക്ക് പെയിൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നടന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അന്നേരം ഫുഡ് കഴിച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ മണിക്കൂറോളം നടന്നു കേട്ടോ. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ ആയിരുന്നു അവിടെ വന്ന മിക്ക പേർക്കും. 3, 4, 5 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടാണ് ഫുള്ളായിട്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞത്. എനിക്ക് 3ാമത്തെ പ്രാവശ്യം എന്തായാലും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ നേരം കിടത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുഞ്ഞൊന്ന് തിരിഞ്ഞ് വന്നത്. ഒരു രീതിയിലും ഞാൻ അത്രയും നടന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിൻ്റെ ഒന്ന് തിരിഞ്ഞൊന്നും വന്നിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറയായിരുന്നു ഡോക്ടർ തിരിഞ്ഞ് കിടക്കുകയാണ്, ആ മുഖം കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. അവസാനം എനിക്ക് സങ്കടം വന്ന് ഇനി എന്ത് ചെയ്താലാ തിരിഞ്ഞ് വരുന്നതെന്ന്. അന്നേരം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ കിടന്നാലായിരിക്കും എൻ്റെ കുഞ്ഞ് തിരിയുന്നതെന്ന്. അങ്ങനെ പോയി അങ്ങനെ നമുക്ക് അവിടെ തന്നെ 2 ബെഡ് കിടപ്പുണ്ട്. അങ്ങനെ ഓരോരുത്തർ മാറി മാറി കിടക്കുക കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം ഒരു സൈഡ് തിരിഞ്ഞ് കിടന്നതിന് ശേഷം എന്തായാലും പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞ് നേരെ തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു ഒന്ന് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അടുത്ത ദിവസം അവർ സ്കാനിങ്ങിന് ഡേറ്റ് തരുമെന്ന് കേട്ടോ പറഞ്ഞിരുന്നേ. പിന്നെ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ നേരെ ഞങ്ങൾ പിന്നെ നമ്മുടെ കൈയ്യട്ടി ഈശോൻ്റെ പള്ളിയിൽ വന്നു. അവിടെ വന്നിട്ട് ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കവിടെ പ്രാർത്ഥിച്ചിട്ട് അവിടെ വെക്കാം കേട്ടോ, നേർച്ച പോലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. ഇത്രയൊക്കെയുള്ളൂ. അടുത്തടി കണ്ടിട്ടുണ്ടെങ്കിൽ ടാറ്റ.